പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായി പല വിഷയങ്ങളിലും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ കയറി വരും. ഈ പ്രയാസങ്ങൾ മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വിഷമങ്ങൾ മാറാൻ എന്താ മാർഗം? യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ പലതും നമുക്ക് ചൊല്ലാനും ഓതാനൊക്കെ വരും. അതിൽ ഏറ്റവും എഫക്റ്റീവായ ഒരു 4 ഖുർആനിക മരുന്നുകളാണ് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സങ്കടങ്ങൾ പോകും. ഇനി ഒരു ഹാപ്പിനെസ് കിട്ടും. വരുമാനത്തിലും സമ്പത്തിലും ജോലിയിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കയറ്റം കിട്ടും. അങ്ങനെ ജീവിതം നമ്മുടെ ലൈഫ് റാഹത്താകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത് നമുക്ക് സ്വന്തം അനുഭവിച്ചറിയാൻ പറ്റും. അതിന് നമ്മൾ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ് സൂറത്ത് ഓതേണ്ടത് ഈ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ, അത് ഏതിൽ ആയത്ത് അടിയേണ്ടതുണ്ടോ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്ക് വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് അൻവാർ ഹഫീസിൻ്റെ കുടുംബം കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞ് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർ, കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്നവർ, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകട്ടെ. നമ്മുടെ മനുഷ്യർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഉസ്താദേ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ മദ്രസയിൽ പഠിക്കുന്നത് പോലെ അത്യാവശ്യം നോളജ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വലിയ സന്തോഷമാണ്. ക്ലാസ് റാഹത്താണ്, നിലനിൽക്കട്ടെ. നിങ്ങൾക്ക് വരക്കുന്നുണ്ട്. വലിയ സന്തോഷം. അൽഹംദുലില്ലാഹ്. ഇനി പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കൃത്യമായിട്ട് ആവശ്യം വരുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ നീങ്ങാൻ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചില സൂറത്തുകൾ, ചില ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സങ്കടം നീക്കിക്കളയാൻ, റിമൂവ് ചെയ്ത് കളയാൻ ഏറ്റവും ബെനിഫിറ്റ് ഉള്ളതാണ്. അത് ഏതാണെന്ന് നോക്കാം. എന്ത് സങ്കടമായിക്കോട്ടെ, നമ്മുടെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, മക്കൾ, അവരുടെ പഠനം, നമ്മുടെ സ്വന്തം പഠനം, വിദ്യാർത്ഥികളാണ് അവരെ സംബന്ധിച്ച് ജോലി, വരുമാനം, ഇതിലൊക്കെ പല രീതിയിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ അലട്ടാറുണ്ട്. പല സങ്കടങ്ങളും എപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കും, ഉണ്ടാകും. പക്ഷെ അതിൽ പിടിച്ചു നിൽക്കാനും അതിൽ സലാമത്താകാനുള്ള മാർഗം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമിൽ തന്നെയുണ്ട്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വൺ കേട്ടോളൂ. നമ്മൾ പതിവാക്കേണ്ട ഒരു സംഗതിയാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ അഫ്ളലായ ആയത്ത്. അതിനേക്കാൾ വലിയൊരു അഫ്ളലായ ആയത്ത് ഖുർആനിൽ വേറെ ഇല്ല. അതാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു 11 വട്ടം ആയത്തുൽ കുർസി ഒരു ദിവസം ഒരാൾ ഓതി വച്ചാൽ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് എല്ലാ ഖൈറും വേണം എന്ന് തേടിക്കൊണ്ടിരുന്നാൽ അൽഹംദുലില്ലാഹ് ഒരായത്തുൽ കുർസി മതി. ഞാൻ 11 എന്നുള്ളത് ഏറ്റവും പ്രഗത്ഭമായ എണ്ണം പറഞ്ഞതാണ്. ഒറ്റെണ്ണം മതിയാവും. അങ്ങനെ ഓതിപ്പോരുന്നവരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് അവരുടെ സങ്കടങ്ങൾ മാറാൻ ഇത് തന്നെ ധാരാളമാണ്. അത്ഭുതകരമായി വിഷമങ്ങൾ നീങ്ങിപ്പോകും. ഫസ്റ്റ് വൺ അതാണ്. സെക്കൻഡ് വൺ കേട്ടോളൂ. പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രാഇൻ്റെ 108-ാമത്തെ ആയത്ത്, 111-ാമത്തെ ആയത്ത്. ഈ 2 ആയത്തുകൾ നമ്മൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടൊന്ന് ഓതിക്കൊടുത്താൽ, ഒരു തവണ ഓതിയാൽ മതി, നമ്മുടെ സങ്കടങ്ങൾ, വിഷമങ്ങളൊക്കെ മാറിപ്പോകുന്നതായി നമുക്ക് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. മൂന്നാമത്തെ തേർഡ് വൺ കേട്ടോളൂ. സൂറത്തുൽ ലുഖ്മാൻ 31-ാം സൂറത്താണ് സൂറത്തുൽ ലുഖ്മാൻ. സാധാരണ നമ്മൾ ഓതി പതിവാകുന്ന സൂറത്തുകളിൽ ലുഖ്മാൻ സൂറത്ത് പലപ്പോഴും വരാറില്ല. സൂറത്തുൽ ലുഖ്മാൻ പ്രഗത്ഭമായൊരു സൂറത്താണ്. ഈ സൂറത്തുൽ ലുഖ്മാൻ പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, കിതാബുകളിൽ കാണാം, ഉദ്ധരണി കാണാം. മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയ ജ്ഞാനിയാണ്, വലിയ മഹാനാണ്. ആ മഹാനുഭാവൻ്റെ പേരിലാണ് സൂറത്തുൽ ലുഖ്മാൻ. ഒരു മഹാൻ്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ആ സൂറത്താണ് സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ പേര്. ആ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളുടെ കൂടെ ഖിയാമത്ത് നാളിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നു. നല്ല ഉന്നതമായ റേഞ്ച് കിട്ടും ഈ സൂറത്ത് ഓതിയാൽ. മാത്രമല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ, അല്ലേ, ഒന്നുകിൽ അയാൾ സൽക്കർമ്മിയാണെങ്കിൽ ദുഷ്കർമ്മിയാണ്, ഈ പറയുന്ന വ്യക്തികളുടെ ഈ ലോകത്തുള്ള എണ്ണത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടി നന്മ ചെയ്യുന്നവരുടെ, തിന്മ ചെയ്യുന്നവരുടെ എണ്ണം എടുക്കുക. അതിൻ്റെ ഒരാൾക്ക് 10 ഇരട്ടി വെച്ച് പ്രതിഫലം. അപ്പോൾ കോടിക്കണക്കിന് നന്മ ഈ പരിശുദ്ധമായ സൂറത്തുൽ ലുഖ്മാൻ പതിവായി പാരായണം ചെയ്തു പോന്നാൽ അത് കിട്ടും. അതോടൊപ്പം നമ്മുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ നീങ്ങിപ്പോകാനും വലിയ കാരണമാകും. അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗമാണ് സൂറത്തുൽ മുസമ്മിൽ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, സൂറത്ത് മുസമ്മിൽ പാരായണം ചെയ്യാം.
നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും ഉണ്ടാകാനും നിലവിലുള്ള നമ്മുടെ സങ്കടം ഏതു ഭാഗത്താണ് കിടക്കുന്നത്? ഏതു ഭാഗത്താണ്? ഇപ്പോൾ ഈമാൻ, പടച്ചോനെ ലൈഫായ ഈമാനാണ്, ശക്തമായ ഈമാൻ ഒന്ന് വന്നു കിട്ടണം. ആ കാര്യത്തിൽ വലിയ സങ്കടമാണ്. ഒന്ന് നന്നായി കിട്ടണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ ഫിക്ർ ഉണ്ടാകണം, ദീനിനോടുള്ള താല്പര്യം ഉണ്ടാകണം, തിന്മയെന്ന് മാറിയിക്കാൻ പറ്റണം, യഥാർത്ഥമായ ഹക്കിൻ്റെ ഹിദായത്തിൻ്റെ ആ ഒരു ട്രൈക്കിലൂടെ എങ്ങനെ പോകണം വഴിതെറ്റാതെ. ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. അൽഹംദുലില്ലാഹ്, വലിയ പവറാണ് സൂറത്ത് മുസമ്മിൽ. അത് പതിവായി ഓതുമ്പോഴറിയാം അള്ളാഹു ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്ന ഖൈറുകൾ, നമ്മുടെ സങ്കടങ്ങൾ നീങ്ങിപ്പോകുന്നതിൻ്റെ അവസ്ഥ എല്ലാം നമുക്ക് നേരിട്ടറിയാൻ പറ്റും ഈ പരിശുദ്ധമായ സൂറത്ത് മുസമ്മിൽ പാരായണം ചെയ്യുന്നതിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയ സന്ദർഭമുണ്ടല്ലോ. ആ കണ്ടുമുട്ടിയ സന്ദർഭത്ത് അവിടെ നിന്നുണ്ടായ ആ ഒരു ഫീലിങ്ങും ആ അവസ്ഥയുമായി ബന്ധപ്പെട്ട, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട്, രാത്രി നിസ്കാരം തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ ടച്ച് ചെയ്ത് നിൽക്കുന്നൊരു സൂറത്താണ് സൂറത്ത് മുസമ്മിൽ. ചെറിയ സൂറത്താണ്. ആ സൂറത്ത് പതിവായി പാരായണം ചെയ്യുന്നവർക്ക് ആ സൂറത്ത് ഓതിയിട്ട് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഒരാൾ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഈ സൂറത്തിൻ്റെ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ സങ്കടം മാറാൻ വേണ്ടി ദുആ ചെയ്യുക, രോഗങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യുക, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറാനും കടങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യുക, വരുമാനങ്ങൾ വന്നു കിട്ടാനും നല്ല ജോലി കിട്ടി അതിൽ ഐശ്വര്യം ബറക്കത്തും നല്ല ബറക്കത്തുള്ള ക്യാഷും കിട്ടി വരണം. വലിയ സന്തോഷമാണ്. ആ സന്തോഷം ആഗ്രഹിക്കുന്നവർക്കും നന്നാകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒന്ന് നന്നായി കിട്ടണം, ഒന്ന് നന്നാകണം, ഈമാൻ സലാമത്താക്കണം. ഈ ലോകത്തും ദുനിയാവിലും മരണനേരത്തും ഈമാൻ സലാമത്താക്കണം. ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും ബെനിഫിറ്റാണ് സൂറത്തുൽ മുസമ്മിൽ. അപ്പോൾ അത് പാരായണം ചെയ്ത് കൊടുക്കുക. ഈ ഒരു 4 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ സങ്കടം മാറാൻ പിന്നെ നമ്മൾ എവിടെയും പോകേണ്ടി വരില്ല. ഒരാളെയും കാണണ്ട, ഒരു ചികിത്സയും ഒരു ട്രീറ്റ്മെൻറ്റും ആ വിഷയത്തിൽ വേണ്ട. അള്ളാഹുവിൻ്റെ ഖുർആൻ അത്ഭുതകരമായ മിറാക്കിൾ നമ്മളെ കാണിച്ചു തരും. വിഷമങ്ങൾ മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓടിച്ചു പറയാം. ആയത്ത് കുറിച്ച് പാരായണം അതൊരു 11 വട്ടാണെങ്കിൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. പിന്നെ സൂറത്തുൽ ഇസ്രാഇൻ്റെ ഈ 108, 111 ഈ 2 ആയത്തുകൾ പതിവായിട്ട് ഓതുക. അതേപോലെ തന്നെ സൂറത്തുൽ ലുഖ്മാൻ അൽഹംദുലില്ലാഹ് അത് നമ്മൾ ഒരു വട്ടം ഓതുന്ന പതിവുണ്ടാക്കുക. സൂറത്ത് മുസമ്മിൽ അതും ഒരു വട്ടം നമ്മൾ ഓതുന്ന പതിവുണ്ടാക്കുക. ഇത് പതിവായി നമ്മളുടെ വിറുതുകളിൽ കയറി വന്നാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സങ്കടങ്ങൾ മാറുന്നൊരവസ്ഥ നമുക്ക് അനിവാര്യമായി വന്നു എന്നൊരു ഒരു പ്രയാസത്തിൻ്റെ ഘട്ടം വന്നു നിന്നാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ഈ പറയുന്ന ഈ 4 കാര്യങ്ങൾ നമുക്ക് ഒരു 21 ദിവസം നമുക്ക് ഇത് മുടങ്ങാതെ കണ്ടിന്യൂ ആയി പോകാൻ നമ്മൾ പാക്കേജ് എടുക്കുന്നത് പോലെ 21 ദിവസത്തേക്ക് പ്രോപ്പറായിട്ട് ഇത് മുടങ്ങാതെ കൊണ്ടുപോകുന്നൊരവസ്ഥ. ഈ 4 കാര്യങ്ങൾ ആരെ കൊണ്ടുപോയി നോക്കി, എന്നിട്ട് ദ്വാരം നോക്കി, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും മാറാൻ ഏറ്റവും നല്ല ഖുർആനിക മരുന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പരമാവധി ഇത് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് അറിയാനും കേൾക്കാനും. ഇപ്പോൾ സങ്കടങ്ങൾ മാറാനുള്ള ഈ ഒരു ഖുർആനിക മരുന്ന്, മെഡിസിൻ നമുക്ക് മനസ്സിലായല്ലോ. ഇത് സങ്കടങ്ങളുള്ള എല്ലാവരും അറിഞ്ഞോട്ടെ, ഇത് വിഷമങ്ങളുള്ള എല്ലാവരും യൂസ് ചെയ്തോട്ടെ. നമ്മുടെ ഫാമിലിയിലുണ്ടാകും, കുടുംബത്തിലുണ്ടാകും. എന്താ മാർഗം? ഈ ക്ലാസ് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അൽഹംദുലില്ലാഹ് പരമാവധി പ്രിയപ്പെട്ടവർ നമ്മൾ ഇതിൻ്റെ ഒരു നന്മയ്ക്കായി പ്രവർത്തിക്കുക. അള്ളാഹു പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും റാഹത്തും സലാമത്തും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. കമൻറ്റിലുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله
بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله